ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിലൂടെ നമ്മൾ കടക്കുകയായിരുന്നു. സങ്കീർത്തന ഗ്രന്ഥത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഏറെയുണ്ട്. അതിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ പ്രധാന പ്രമേയങ്ങൾ ഏതെല്ലാം എന്ന് നമ്മൾ കാണുകയായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ വായിക്കാനും പഠിക്കാനുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ സഹായകമാകട്ടെ എന്ന രീതിയിൽ ഞാനിവിടെ ഏതാനും പുസ്തകങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവ എല്ലാം വായിക്കണമെന്നില്ല. സങ്കീർത്തനത്തെക്കുറിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വളരെ കുറച്ച് സൂചിപ്പിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് സാവധാനത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വായിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ വളരെയേറെ മലയാളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, മലയാളത്തിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഏറെ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആൽഫ കമൻട്രിയിൽ സങ്കീർത്തന ഗ്രന്ഥത്തെക്കുറിച്ചുണ്ട്. പിന്നെ റവറൻഡ് ഡോക്ടർ എബ്രഹാം പേഴുങ്കാട്ടിൽ അച്ഛൻ്റെ സങ്കീർത്തന പഠനമുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് തുരുത്തുമാലിൽ അച്ഛൻ്റെ സങ്കീർത്തന പഠന പുസ്തകമുണ്ട്. ഞാൻ തന്നെയും രചിച്ചിട്ടുള്ള സങ്കീർത്തന സപര്യ എന്ന പുസ്തകമുണ്ട്. അങ്ങനെ സങ്കീർത്തനത്തിൻ്റെ മേഖലയിൽ മലയാളത്തിൽ തന്നെയും വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഗ്രന്ഥങ്ങൾ വായിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ ഹോളാഡേ വിയൽ ദ സാംസ് ത്രൂ 3000 years എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു പുസ്തകമാണ്. സങ്കീർത്തന ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം ഓരോ സങ്കീർത്തനത്തിലേക്കും അദ്ദേഹം കടക്കുന്നുണ്ട്. അത് പഠനം എന്ന രീതിയിൽ മാത്രമല്ല, ഒരു സാംസ്കാരികമായ ഒരു സംഗതി എന്ന രീതിയിൽ കൂടി ഓരോ സങ്കീർത്തനവും സാംസ്കാരികമായി ഈ ലോകത്തെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം തൻ്റെ പഠനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് നല്ലൊരു ഗ്രന്ഥമാണ്. ശരി സുഹൃത്തുക്കളെ, നമ്മൾ സങ്കീർത്തനങ്ങളും സഭയും എന്ന ഒരു ചിന്ത ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഗാനരൂപത്തിൽ മനുഷ്യരെ കൊണ്ട് എഴുതിച്ച് നമുക്ക് തന്നവയാണ് സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങൾ യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിൽ എപ്പോഴും ഉപയോഗിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങളുടെ ഇത്തരത്തിലുള്ള ഉപയോഗം ഒരു സഭാ കൂട്ടായ്മ എന്ന രീതിയിൽ എങ്ങനെ നമ്മെ സഹായിക്കുന്നു എന്ന് വളരെ ലളിതമായി, വളരെ ചുരുങ്ങി ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്, ചുരുക്കത്തിൽ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനങ്ങളും സഭയും. ആദിമസഭ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും പ്രബോധനങ്ങളെയും ക്രിസ്തുവിൻ്റെ അനുഭവങ്ങളെയും ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യങ്ങളെയും ഒക്കെ വിവരിച്ചത് സുവിശേഷങ്ങളിലൂടെയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ സുവിശേഷ രചനയിൽ ആദിമ സഭാംഗങ്ങളായ സുവിശേഷകന്മാർ സങ്കീർത്തന ഗ്രന്ഥത്തിൽ നിന്ന് ഒത്തിരി ഉദ്ധരണികൾ ഉപയോഗിച്ചിട്ടുണ്ട്. 33 സങ്കീർത്തനങ്ങളിൽ നിന്നായി 55 ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സങ്കീർത്തനങ്ങൾ എന്തുകൊണ്ടാണ് അവർ സങ്കീർത്തനങ്ങൾ സുവിശേഷത്തിൽ ഉദ്ധരണികളായി ചേർത്തത്? സങ്കീർത്തന ഗ്രന്ഥം
ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. പഴയ നിയമ എല്ലാ ഗ്രന്ഥങ്ങളും ക്രിസ്തുവിലേക്ക് ചൂണ്ടുന്നത് പോലെ സങ്കീർത്തന ഗ്രന്ഥവും ക്രിസ്തുവിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 44-ാം വാക്യത്തിൽ യേശു തന്നെയും പറയുന്നതായി വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ കുറിച്ചു വച്ചിരിക്കുന്നത്. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് നിറവേറേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? സുഹൃത്തുക്കളെ, ക്രിസ്തുവിലേക്കാണ് സങ്കീർത്തനങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്ന് വളരെ വ്യക്തമായി ആദിമസഭ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് സങ്കീർത്തനം പഠിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു രീതിയായിരിക്കും. സങ്കീർത്തനത്തെ അതിൽ തന്നെ പഠിച്ചിട്ട് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ക്രിസ്തുവും ഈ സങ്കീർത്തനവും തമ്മിലുള്ള ബന്ധം, അത് നമ്മൾ പഠിക്കും. ക്രിസ്തുവിനെ കുറിച്ച് പല സങ്കീർത്തനങ്ങളും പറയുന്നുണ്ട്. അത് സുവിശേഷകന്മാർ കുറിച്ചു വെച്ചു. ഇത് ഈ പറഞ്ഞ കാര്യം ക്രിസ്തുവിൽ പൂർത്തിയായതാണ്. നോക്ക്, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു ജെറുസലം ദേവാലയം ശുദ്ധീകരിച്ചു. ആ നടപടിയുണ്ടല്ലോ, അതിനെ സുവിശേഷകൻ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവനെ ഗ്രസിച്ചു കളഞ്ഞു എന്ന 69-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ്. അതുപോലെ യോഹന്നാൻ സുവിശേഷകൻ 19-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ മേലങ്കിക്കായി നറുക്കിടുന്ന ആ ഒരു ചിത്രം അവിടെ നമുക്ക് കാണാം. 22-ാം സങ്കീർത്തനം യേശുവിൻ്റെ പീഡാസഹനത്തിൽ എങ്ങനെ പൂർത്തിയായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ യേശുവിൻ്റെ ഉത്ഥാനത്തെ 16-ാം സങ്കീർത്തനവുമായി ബന്ധപ്പെടുത്താൻ അപ്പസ്തോല പ്രവർത്തന കർത്താവിന്, അതായത് വിശുദ്ധ ലൂക്കായ്ക്ക് സാധിച്ചു. 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെ ഈ സുവിശേഷകൻ വിശുദ്ധ ലൂക്ക തൻ്റെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ, തൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന ആ ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെ ഈ സങ്കീർത്തനവുമായി അദ്ദേഹം ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ 132-ാം സങ്കീർത്തനം 11 അദ്ദേഹം കണക്ട് ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സങ്കീർത്തനങ്ങളെല്ലാം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന ധാരണ സുവിശേഷകർക്ക് ഉണ്ടായിരുന്നു എന്നത് വ്യക്തം. ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നത് വ്യക്തം. ഇനി ക്രിസ്തു ഉപയോഗിച്ച സങ്കീർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയാൻ നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം കാണും. ശരിയാണ്, ക്രിസ്തു 22-ാം സങ്കീർത്തനം ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏലീ ഏലീ ലമാ യസബ്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടങ്ങെന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്തുകൊണ്ട്? ഏലീ ഏലീ ലമാ യസബ്താനി. കുരിശിൽ നിന്ന് ഈശോ പാടിയ സങ്കീർത്തനം. അവസാന ശ്വാസം വലിക്കുന്ന നിമിഷത്തിൽ പോലും ഈശോ സങ്കീർത്തനം പാടി എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു യഹൂദന് പ്രാണവായു പോലെ ആയിരുന്നു സങ്കീർത്തനം. ഇതാ ഈശോ മരിച്ചത് 31-ാം സങ്കീർത്തനം 5-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യഹൂദ അമ്മമാര്
മക്കളെ പറഞ്ഞുകൊടുത്തിരുന്ന് പഠിപ്പിച്ച കൊച്ചു പ്രാർത്ഥനയാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കുഞ്ഞ് അത് പ്രാർത്ഥിച്ചിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ അമ്മ മേരി പഠിപ്പിച്ചു കൊടുത്ത ഈ സങ്കീർത്തന ശകലം 3 ദിവസം നീളുന്ന ഒരുറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ആ മകൻ മറന്നില്ല എന്നുള്ളതാണ്. സങ്കീർത്തനം യേശു ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, 82-ാം സങ്കീർത്തനം 6-ാം വാക്യം, നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ, യേശു തനിക്കെതിരെ ഉയർന്ന ഒരാരോപണത്തെ നേരിടുന്ന രംഗം. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം, അതുപോലെ 118, 22 ഇതെല്ലാം ക്രിസ്തു ഉപയോഗിച്ചതാണ്. നിങ്ങൾക്കറിയാം, യേശു ജെറുസലം ദേവാലയത്തിലേക്ക് കടന്നു വന്ന നിമിഷം, ജെറുസലം പട്ടണത്തിലേക്ക് കടന്നു വന്ന നിമിഷം, ജനങ്ങളെല്ലാം ഓശാന പാടി എതിരേറ്റ നിമിഷം, അവിടെ ഫരിസേയര്, പുരോഹിതര് ഇവരെല്ലാം ഇതിനെ കുറ്റപ്പെടുത്തി നിന്ന നിമിഷം, ഇവരെന്തായി വിളിച്ചു പറയണത് എന്ന് അവരെ അസ്വസ്ഥതയോടെ ചോദിച്ച നിമിഷം, ഈശോ വളരെ സുന്ദരമായി ഇക്കാര്യം അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 8-ാം സങ്കീർത്തനത്തിൽ നിന്നും ഈശോ ഉദ്ധരിക്കുകയുണ്ടായി വളരെ വ്യക്തമായി. ശിശുക്കളുടെ അധരങ്ങളിൽ സ്തുതിയൊരുക്കി എന്ന ആ ഭാഗം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് സഭ സങ്കീർത്തനങ്ങളെ ക്രിസ്തുവിനോട് ചേർത്തു മനസ്സിലാക്കി. ക്രിസ്തുവിലാണ് സങ്കീർത്തനങ്ങൾ പൂർത്തിയാവുന്നത് എന്ന് സഭ മനസ്സിലാക്കി. ഇനി സഭ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വച്ചു. യഹൂദർ അവരുടെ പ്രാണവായു പോലെ സങ്കീർത്തനം പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിൽ ക്രൈസ്തവരും ആദിമസഭ എപ്പോഴും സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി സ്വന്തമാക്കിയിരുന്നു എന്നതാണ്. നോക്കുക, സങ്കീർത്തനങ്ങളിൽ പല യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാം. 55-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ പ്രഭാതത്തിൽ, മധ്യാഹ്നത്തിൽ, സന്ധ്യയ്ക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന രീതിയെക്കുറിച്ച് അവിടെ സൂചനയുണ്ട്. ദാനിയേലിൻ്റെ ഗ്രന്ഥത്തിലും 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇതുപോലൊരു സൂചനയുണ്ട്. 3 പ്രാവശ്യം ജെറൂസലമിന് നേരെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണാം. ഇനി 119-ാം സങ്കീർത്തനം 164-ാം വാക്യത്തിലാവട്ടെ 7 പ്രാവശ്യം, ദിവസത്തിൽ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ നോക്കുക, യാമപ്രാർത്ഥനകളുടെ സൂചനകളാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യാമപ്രാർത്ഥനകളുടെ സൂചനകൾ. മിഷ്ന ബിറാക്കോത്ത്, യഹൂദരുടെ മിഷ്ന ബിറാക്കോത്തിൽ 3 പ്രാവശ്യം യഹൂദര് സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സിനഗോഗിൽ പലപ്പോഴും നമ്മൾ കാണുന്നു. സുവിശേഷകന്മാര് പറഞ്ഞിരിക്കുന്നത് പതിവ് പോലെ എന്ന് ആണ്. യേശു പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച്, എന്താ ഈ പതിവ് പോലെ? അത് യഹൂദരുടെ പ്രാർത്ഥിക്കുന്ന പതിവ് പോലെ. സിനഗോഗുകളിൽ യഹൂദർ പല പ്രാവശ്യം ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. പതിവ് പോലെ യേശുവും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ സിനഗോഗുകളിലെ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സങ്കീർത്തന പ്രാർത്ഥനയായിരുന്നു എന്നതാണ്. ഇനി അപ്പസ്തോലന്മാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും ദേവാലയത്തിലേക്ക്, ജെറൂസലം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന രംഗം അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അവരെന്തിനാ അങ്ങോട്ടേക്ക് ചെന്നത്? അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ്, സംശയമില്ല. പൗലോസ് എവിടെയൊക്കെ അദ്ദേഹം പോയാലും, ഏതു സ്ഥലത്തു ചെന്നാലും അവിടങ്ങളിലെ സിനഗോഗുകളിലേക്ക് പോകുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെയും പതിവ് പോലെ എന്ന പ്രയോഗം നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സൂചനകളെല്ലാം തുടർച്ചയായ അല്ലെങ്കിൽ ഒരു ശീലമായ സങ്കീർത്തന പ്രാർത്ഥനയിലേക്ക് നമ്മുടെ പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കുന്നവയാണ്. ഇനി
അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് 6-ാം മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നുവെന്നും കൊർണേലിയൂസിന് 9-ാം മണിക്കൂറിൽ ഒരു പ്രത്യേക ദർശനം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ യാമപ്രാർത്ഥന, ഇത്ര മണിക്കൂർ വെച്ചുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തവർ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം, അതുപോലെ റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യം, കൊളോസൂസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം, ഇവിടെയെല്ലാം നിരന്തര പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ക്രൈസ്തവ സഭയിലെ യാമപ്രാർത്ഥനകളുടെ അടിസ്ഥാനം ഇതാണ്. ദിവസത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുന്നതാണ് യാമപ്രാർത്ഥന. അപ്പോൾ ദിവസത്തിൽ ചില മണിക്കൂറുകൾ പ്രത്യേകം വച്ചിട്ട് ആ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ, ആ ശൈലി പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർക്കണം. ഇന്ന് നമ്മൾ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വേണ്ടി അത് മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും സഭയിൽ അത് ദൈവജനത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനയായിരുന്നു എന്നത് നമ്മൾ മറന്നു പോകരുത്. 4-ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ സഭയിലും കിഴക്കൻ സഭയിലും സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി വളരെ പ്രകടമായും ഉണ്ടായിരുന്നു. പടിഞ്ഞാറൻ സഭയിൽ പറയപ്പെടുന്നത് വിശുദ്ധ അംബ്രോസിലൂടെയാണ് അത് ശക്തിപ്പെട്ടത് എന്നാണ്. അവിടെ 2 രീതിയിലുള്ള യാമപ്രാർത്ഥനാ രീതികളുണ്ടായിരുന്നത്രേ. ഒന്ന് കത്തീഡ്രൽ ഓഫീസ് എന്ന് പറയും. എന്താണ് കത്തീഡ്രൽ ഓഫീസ്? ഒരു കത്തീഡ്രൽ ദേവാലയത്തിലെ ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ശൈലി, ഒപ്പം അവിടെയുള്ള വൈദികരും എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ശൈലി, അതാണ് കത്തീഡ്രൽ ഓഫീസ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ആര്യൻ പാഷണ്ഡതയുടെ സമയത്ത് മിലാനിലെ കത്തീഡ്രൽ ദേവാലയം, അംബ്രോസ് മെത്രാനായിരുന്ന മിലാനിലെ ആ ദേവാലയം ആര്യൻ പാഷണ്ഡികൾ പിടിച്ചടക്കും എന്നുള്ളൊരു അവസരത്തിൽ അംബ്രോസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയം വിട്ടു പോകരുത്, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് 2 ഗണമായി അവർ പ്രാർത്ഥിച്ചു സങ്കീർത്തനങ്ങൾ. അങ്ങനെ 2 കോറസായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി വിശുദ്ധ അംബ്രോസാണ് കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു. ഇനി എന്താ മൊണാസ്റ്റിക് ഓഫീസ്? അത് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ശൈലി. പ്രിയപ്പെട്ടവരെ, ഒരു ആഴ്ചയിൽ 150 സങ്കീർത്തനങ്ങളും പാടി പ്രാർത്ഥിച്ച് തീർത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ബെനഡിക്റ്റൈൻ ആശ്രമങ്ങളിൽ 150 സങ്കീർത്തനങ്ങളും ഒരാഴ്ച കൊണ്ട് അവർ പ്രാർത്ഥിച്ച് തീർത്തിരുന്നത്രേ. അത് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്. ആശ്രമങ്ങൾ സങ്കീർത്തന പ്രാർത്ഥനയാൽ മുഖരിതമായിരുന്നു. ഈ സങ്കീർത്തന പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, ഇതാണ് പിന്നീട് പ്രത്യേകതരം മ്യൂസിക്കായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നത്. പ്രത്യേകിച്ച് ഗ്രിഗോറിയൻ ചാൻറ്റിൻ്റെയൊക്കെ അടിസ്ഥാനമായി കിടക്കുന്നത് ഈ സങ്കീർത്തന ആലാപനമാണ്. ആശ്രമങ്ങളിൽ മുഴങ്ങിയ സങ്കീർത്തന ആലാപനം ലോക സംസ്കാരത്തെ തന്നെ കാര്യമായി സ്വാധീനിച്ച, എന്തിന് ലോക സംഗീതത്തെ തന്നെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനാ ശൈലികളിലൊന്നാണ് ഗ്രിഗോറിയൻ ചാൻറ്റ്. ഇത്തരത്തിലുള്ള ഒരു സംഗീതം തന്നെ രൂപപ്പെട്ടു വരാൻ സങ്കീർത്തനങ്ങൾ സഹായകമായി എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തന ഗ്രന്ഥം ഏതെല്ലാം മേഖലകളിലാണ് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് എന്ന് ഇവിടെ നാം തിരിച്ചറിയുകയും ചെയ്യുകയാണ്. ഇനി മാർപ്പാപ്പയിൽ, റോമിലെ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ സങ്കീർത്തന പ്രാർത്ഥന വളരെ ശക്തമായി എന്നും പിന്നീട് വത്തിക്കാൻ കൗൺസിലോടുകൂടി യാമപ്രാർത്ഥനകളൊക്കെ കൃത്യമായൊരു ധാരണയിലേക്ക് വരികയും ലൗദിസ് കാന്തിക്കും,
അത് പോൾ ആറാമൻ പാപ്പയുടെ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനുശേഷം 1971 അത് റിവൈസ് ഇൻസ്റ്റിറ്റ്യൂസിയോ ജനറാലിസ് ദെ ലിത്തുർജിയ ഒറാറും എന്ന രീതിയിലേക്ക് വന്നു. ഇനി 85 അത് റിവൈസ് ചെയ്തു. 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു രീതി. അങ്ങനെ ലോർഡ്സ് രാവിലെ, ഓഫീസ് അത് വായനകളാണ്, ഓറാ മേദിയ തന്നെ 3 ആയിട്ടുണ്ട്. അത് തേർസ്, സെസ്റ്റ്, നോനോ. അങ്ങനെ എന്താണ് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപ്, ഉച്ചയ്ക്ക് ശേഷം എന്ന്. പിന്നെ വെസ്പേഴ്സ് അത് വൈകിട്ടുള്ളതാണ്, കംപ്ലൈൻ അത് രാത്രി പ്രാർത്ഥന. അങ്ങനെ 7 നോക്കുക. പഴയ നിയമത്തിൽ സങ്കീർത്തന ഗ്രന്ഥം പ്രത്യേകിച്ച് 119 സങ്കീർത്തനത്തിൽ 7 പ്രാവശ്യം അവർ പ്രാർത്ഥിച്ചതായി കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ശൈലികൾ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ ഒരു ശൈലി നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ, കേരള സഭയിൽ നമ്മുടെ ദേവാലയങ്ങളിൽ സാവധാനം ഇത് ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. യാമപ്രാർത്ഥനകൾ വൈദികരും സന്യസ്തരും അൽമായരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി കേരള സഭയിൽ പല ഇടവകകളിലും ഇപ്പോൾ നടപ്പിലായി വരുന്നുണ്ട്. അത് സങ്കീർത്തനം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഹൃദയത്തെ ഉയർത്തുന്ന ആ ശൈലി ഇനിയും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പ്രിയ ദൈവമക്കളെ, കേരള സഭയിലുള്ള സ്തുതിപ്പ് വളരെ സജീവമാണ്. പ്രൈസ് ആൻഡ് വേർഷിപ്പ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ സങ്കീർത്തനം കൊണ്ട് അതിനെ ധന്യമാക്കാൻ നമുക്ക് ഇനിയും കഴിയേണ്ടിയിരിക്കുന്നു. കേരളീയ ശൈലിയിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കേരളീയ ശൈലിയിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി 150 സങ്കീർത്തനങ്ങളും അതീവ ഹൃദ്യമായ രീതിയിൽ അത് ഗാനരൂപത്തിലാക്കിക്കഴിഞ്ഞു. ഞാൻ ഇതിനു മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. www.keralabiblesociety.com അതിൽ കയറിയിട്ട് സങ്കീർത്തനങ്ങൾ നിങ്ങൾക്ക് 150 സങ്കീർത്തനങ്ങളും നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് നിരന്തരം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു ശൈലി നിങ്ങൾ സ്വന്തമാക്കുക. അത് DVD ആയും CD ആയും എന്തിന് പെൻഡ്രൈവായി പോലും ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളതും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വൈദികരും സന്യസ്തരും ആകർഷകമായ രീതികളുമായി സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ആകർഷകമായ രീതികളുമായി മുന്നോട്ട് വരണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈയിടെ ഒരു ഇടവകയിൽ കുടുംബ യൂണിറ്റുകൾക്ക് തമ്മിൽ ഒരു മത്സരം നടന്നു. എന്താ മത്സരം? സങ്കീർത്തന ആലാപന മത്സരം. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് KCBC ബൈബിൾ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ബൈബിൾ കലോത്സവത്തിൽ, അഖില കേരള ബൈബിൾ കലോത്സവത്തിൽ പണ്ടുണ്ടായിരുന്ന കവിതാ പാരായണം അത് ഇപ്പോൾ ഇല്ല. മറിച്ച് സങ്കീർത്തന ആലാപനമാണ് അവിടെയുള്ളത്. അതിസുന്ദരമായി നമ്മുടെ മക്കൾ സങ്കീർത്തനം ആലപിച്ച് മത്സരിക്കുന്ന കാഴ്ച അത് വളരെ സുന്ദരമാണ്. അത് എല്ലാം തെളിയിക്കുന്നത് ഒരു കാര്യമാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി പാടാൻ വേണ്ടി രചിച്ചു തന്നിരിക്കുന്ന സങ്കീർത്തന ഗ്രന്ഥം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നാം മനസ്സാവുകയാണെങ്കിൽ അതീവ ഹൃദ്യമായി ആലപിക്കാൻ ഏത് ദൈവമകനും ഏതു ദൈവമകൾക്കും തീർച്ചയായും സാധിക്കും. യേശുദാസിനെ പോലെ പാടാൻ നമുക്ക് കഴിവുണ്ടാവില്ലായിരിക്കാം. നമ്മുടെ സ്വരം കാക്കയുടേതാണെങ്കിൽ പോലും പ്രിയപ്പെട്ട ദൈവമകനെ, ദൈവമകളെ, ആ സ്വരം ഉപയോഗിച്ച് സങ്കീർത്തന ഗ്രന്ഥം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക. നിന്റെ വേദനകളും വിഷമതകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, കൃതജ്ഞത അർപ്പിക്കുക. ജീവിതത്തിനു പറ്റിയ രീതിയിൽ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾക്ക് ചേർന്ന രീതിയിൽ, വ്യത്യസ്ത സമയങ്ങൾക്ക് പറ്റിയ രീതിയിൽ സങ്കീർത്തനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം സങ്കീർത്തനങ്ങൾ പഠിക്കാൻ
നിങ്ങൾ കാണിക്കുന്ന പ്രത്യേക താല്പര്യം, അതിന് പ്രത്യേകം നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, സങ്കീർത്തനങ്ങൾ സഭയിൽ എന്ന ഈ വളരെ ചെറിയ വളരെ ലഘുവായ ഈ ഒരു വിവരണം, ഈ ഒരു ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സങ്കീർത്തന ഗ്രന്ഥത്തോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹത്തിനും അതാലപിക്കാൻ നിങ്ങൾ എടുക്കുന്ന ശ്രമങ്ങൾക്കും നിങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ക്ലാസ് ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.